إلى حضرة سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സൂറത്തു ശുആറ 371 പേജ് 84 ആയത്ത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ക്ലാസ്സിന് പകരം ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. 371 പേജ് മുതൽ 380 പേജ് വരെയാണ് ഓതുന്നത്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي لسان صدق في الآخرين. واجعل لي لسان صدق في الآخرين. ആദ്യത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. واجعل لي لسان صدق في الآخرين. واجعلني من ورثة جنة النعيم. واغفر لأبي إنه كان من الضالين. واغفر റാഇനെ തർക്കീക്ക് ചെയ്തിട്ടാണ് ഓതേണ്ടത്. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغاوين وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون فكبكبوا فيها هم والغاوون وجنود إبليس أجمعون قالوا وهم فيها يختصمون.
تالله إن كنا لفي ضلال مبين. إذ نسويكم برب العالمين. നുസവ്വീകും ബി സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നു. വമാ ളല്ലനാ ഇല്ലൽ മുജ്രിമൂൻ ഫമാ ലനാ മിൻ ശാഫിഈൻ വലാ സദീഖിൻ ഹമീം فلو أن لنا كرة فنكون من المؤمنين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. كذبت قوم نوح المرسلين. إذ قال لهم أخوهم نوح ألا تتقون. തൻവീൻ്റെ ശേഷം ഹംസ വന്നു. ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഹംസ. ഹംസ ഹ ഹ ഖ ഐന് ഗൈന്, ഇതാണ് 6 അക്ഷരങ്ങൾ. ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ തൻവീനിനെ വെളിവാക്കണം എന്നുള്ളതാണ്. നൂഹുൻ അലാ തത്തഖൂൻ അലാ തത്തഖൂൻ ഇന്നി ലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ വഅതീഊൻ وما أسألكم عليه من أجر إن أجري إلا على رب العالمين فاتقوا الله وأطيعون. قالوا أنؤمن لك واتبعك الأرذلون قال وما علمي بما كانوا يعملون إن حسابهم إلا على ربي لو تشعرون وما أنا بطارد المؤمنين وما مد منفصل أنا എന്നല്ല أنا بطارد المؤمنين إن أنا إلا نذير مبين. അതിൻ്റെ മുകളിൽ ചെറിയൊരു 0, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതാണ്. ആ അക്ഷരം ഉച്ചരിക്കൂല. നേരെ മറിച്ച് പിന്നെ അവിടെ നിർത്തുകയാണെങ്കിൽ, അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഇൻ അന ഇല്ലാ നദീറും മുബീൻ. قالوا لئلم إدغام بلاونا. قالوا لئن لم تنتهي يا نوح لتكونن من المرجومين قال رب إن قومي كذبون فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين فأنجيناه ومن معه في الفلك المشحون فأنجيناه. ഹു എന്നതിനെ നീട്ടാത്തതിൻ്റെ കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ
സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ സുക്കൂന് തൊട്ട് ശേഷമുള്ള അക്ഷരം വ എന്നുള്ളതാണ്. തൊട്ട് മുമ്പുള്ളത് നാ എന്നുള്ളതാണ്. നാ ഒരു അലിഫ് ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞ് അലിഫ്, അവിടെ ന എന്നല്ല നാ എന്നാണുള്ളത്. അപ്പോൾ ന കഴിഞ്ഞിട്ട് അതിൻ്റെ അലിഫുണ്ട്, നാ. അലിഫ് എന്ന് പറഞ്ഞാൽ അലിഫിന് പത്ത് ഇട്ടാൽ പിന്നെന്തായി? ആ എന്നായി, ഹംസയായി. കസറിട്ട ഈ എന്നായി, ഹംസയായി. ഊന്നായി, ഹംസയായി. ഒന്നുമില്ലെങ്കിൽ അലിഫാണ്, വട്ടപൂജ്യം എന്നർത്ഥം. അപ്പോൾ സുക്കൂനാണ് എന്നർത്ഥം. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ ഹു എന്നതിന് നീട്ടാത്തതിൻ്റെ കാരണം. അല്ലെങ്കിൽ നീട്ടേണ്ടതാണ്. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹു എന്നതിനെ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ സുക്കൂൻ ഉണ്ട്, അലിഫിന് സുക്കൂനാണ്. വമൻ മഅഹു ഫിൽ ഫുൽകിൽ മശ്ഹൂൻ, വമൻ മഅഹു ഫി ല്ലേ, ഹു എന്നതിന് മുമ്പ് ഐനാണ്, ഐനിന് ഫത്ഹാണ്. അതിൻ്റെ ശേഷമുള്ള ഫായിന് കസറാണ്, സുക്കൂൻ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഹു എന്ന് നീട്ടി. അവിടെ ആ കുഞ്ഞു വാവ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്, നമ്മുടെ ഓത്തിൽ അത് കൊണ്ടുവരണം. فأنجيناه ومن معه في الفلك المشحون. സാധാരണ നീട്ടൽ നീട്ടിയാൽ മതി. ثم أغرقنا بعد الباقين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم كذبت عاد المرسلين. عاد അലിഫ് ലാബ് ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം? കൂട്ടി വായിക്കുമ്പോൾ ആദുനിൽ മുർസലീൻ إذ قال لهم أخوهم هود ألا تتقون إني لكم رسول أمين. إظهار ചെയ്യണം. فاتقوا الله وأطيعون وما أسألكم عليه ഹി എന്നതിന് മുമ്പ് ഇന് സുക്കൂന് നീട്ടിയില്ല. وما أسألكم عليه من أجر إن أجري إلا على رب العالمين أتبنون بكل ريع آية تعبثون. أتبنون بكل ريع ഐനാണ്, റീഇൻ ആയതൻ തഅബസൂൻ. ആ എന്ന് പറയുമ്പം തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. റീഇൻ ആയതൻ തഅബസൂൻ. ഐൻ എന്ന് പറഞ്ഞാൽ ഹംസയുടെ നേരെ മുകളിൽ നിന്നാണ് വരേണ്ടത്. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് ഹംസ വരണം. ആ ഈ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് ഐന് വരേണ്ടത്. وَتَتَّخِذُونَ مَصَانِعَ لَعَلَّكُمْ تَخْلُدُونَ. وَإِذَا بَطَشْتُمْ جَبَّارِينَ. وَإِذَا بَطَشْتُمْ جَبَّارِينَ. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാവ് ഒന്ന് ഇഖ്ഫാ ചെയ്യണം. രണ്ടാമത്തെ മീമിൻ്റെ ശേഷം ജീമാണ്, അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. ബതഷ്തും ജബ്ബാരീൻ. ഫത്തഖുല്ലാഹ വഅതീഊൻ. ഫത്തഖുല്ലാഹ വഅതീഊൻ. واتقوا الذي أمدكم بما تعملون أمدكم بأنعام وبنين وجنات وعيون إني أخاف عليكم عذاب يوم عظيم
قالوا سواء علينا أوعظت أم لم تكن من الواعظين إن هذا إلا خلق الأولين وما نحن بمعذبين فكذبوه فأهلكناهم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم كذبت ثمود المرسلين إذ قال لهم أخوهم صالح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين أتتركون فيما هاهنا آمنين في جنات وعيون وزروع ونخل طلعها هضيم وتنحتون من الجبال بيوتا فارهين فاتقوا الله وأطيعون ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون قالوا إنما أنت من المسحرين ഇൻഷാല്ലാ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നിയമങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഇൻഷാല്ലാ. പിന്നെ അടുത്ത ക്ലാസ് ഇങ്ങനെ തന്നെ മതി എന്നല്ല അറിയിക്കാം ഇൻഷാല്ലാ. ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين قال هذه ناقة لها شرب ولكم شرب يوم معلوم ولا تمسوها بسوء فيأخذكم عذاب يوم عظيم فعقروها فأصبحوا نادمين فأخذهم العذاب وقف ചെയ്തു عذاب إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم كذبت قوم لوط المرسلين إذ قال لهم أخوهم لوط ألا تتقون إني لكم رسول أمين സുക്കൂനുള്ള മീമ് പ്രത്യേകം ശ്രദ്ധിക്കണം. മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പ് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും എന്നർത്ഥം. എന്നിട്ട് മണിക്കുകയും ചെയ്യും. അതാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ.
സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യുക എന്നർത്ഥം. ബാക്കിയുള്ള 26 അക്ഷരങ്ങളിൽ ഏത് അക്ഷരം വന്നാലും മീമിനെ വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം എന്നർത്ഥം. അപ്പം എങ്ങനെ? ഇന്നി ലക്കും ലക്കും റസൂലുൻ അമീൻ. ലക്കും എന്ന് വെളിവാക്കിയതുപോലെ റസൂലുൻ, അത് നേരത്തെ ഉള്ളത് മീമാണ്, ഇവിടെ തൻവീനാണ്. രണ്ടും വെളിവാക്കണം. ഇവിടെ ഇൽഹാറിൻ്റെ അക്ഷരം വന്നു, ഹംസ വന്നു. നേരത്തെ പറഞ്ഞത് മീമിൻ്റെ ശേഷം റ വന്നു അല്ലേ? മീമിൻ്റെ ശേഷമുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മീമും ഒന്ന് ബാവുമാണ്. ബാക്കി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, ബാക്കി എന്ത് ചെയ്യുക, അല്ലേ ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യണമെന്നുള്ളതാണ്. ഫത്തഖുല്ലാഹ വഅതീഊൻ വമാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. أتأتون الذكران من العالمين. أتأتون الذكران من العالمين. وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون. അസ്വാജിക്കും മിൻ അസ്വാജിക്കും അവിടെ വഖഫ് ചെയ്തു, അപ്പം മീമിന് സുക്കൂൻ കൊടുക്കണം. സുക്കൂൻ അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഇഖ്ഫ ആയി മാറും. മിൻ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. ഖൗമുൻ ആദൂൻ നൂനിന് വഖഫ് ചെയ്തു, അപ്പോൾ സുക്കൂൻ വന്നു. തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം മദ് ആരിദ്, പുതിയ ഒരു മദ് വരും, ആ മദ്ദിൻ്റെ പേരാണ് മദ് ആരിദ്. പുതിയ മദ് രൂപപ്പെടുന്നത് രണ്ടെണ്ണമാണ്, ഒന്ന് മദ് ആരിദും മറ്റൊന്ന് മദ് ലീനും. ലീനിൻ്റെ സ്ഥലം പറയാം. قالوا لئن لم تنته يا لوط لتكونن من المخرجين. قال إني لعملكم من القالين. رب نجني وأهلي مما يعملون. فنجيناه وأهله أجمعين إلا عجوزا في الغابرين. ثم دمرنا الآخرين. ദമ്മർനൽ ആലിഫ് കൂട്ടി വായിക്കുമ്പം ഇല്ലാതെയാകും. ثم دمرنا الآخرين وأمطرنا عليهم مطرا فساء مطر المنذرين. ഫസാ മദ് മുത്തസിൽ, മുൻദരീൻ റാഇന് കസ്ർ തർഖീഖ്. ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. وإن ربك لهو العزيز الرحيم. كذب أصحاب الأيكة المرسلين. كذب أصحاب الأيكة المرسلين. أصحاب ശ്രദ്ധിക്കണം, അസ്ഹാബുൽ ഐക്കത്തിൽ ല്ലേ കൂട്ടി വായിക്കണം. അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലീൻ. 176 ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ
إذ قال لهم شعيب ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين ഇൻ അജിരിയ യാന് ഫത്തുണ്ട് യാ ആണ് അവിടെ പുള്ളി ഇല്ല എന്നുള്ളൂ പുള്ളി ഇല്ലാത്ത യാ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓത്തിൽ നിന്ന് ഒരു പക്ഷേ ശ്രദ്ധിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കും അല്ലാത്തവരിങ്ങനെ എന്ത് ചെയ്യും ഇൻ അജിരി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നീട്ടി ഓതാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഇൻ അജിരി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഓതാൻ സാധ്യതയുണ്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല നമ്മളങ്ങനെ ഓതാൻ തന്നെ പാടില്ല ഔഫുൽ കൈല ഔഫുൽ കൈല ഔഫുൽ കൈല അവിടെ വാവിന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചാരണത്തിൽ വരില്ല എന്നർത്ഥം ഔഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين واتقوا الذي خلقكم والجبلة الأولين قالوا إنما أنت من المسحرين وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين وإن نظنك لمن الكاذبين فأسقط علينا كسفا من السماء إن كنت من الصادقين قال ربي أعلم بما تعملون فكذبوه فأخذهم عذاب يوم الظلة فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين എന്ന് പറയുമ്പോൾ ഇഖ്ഫാ ചെയ്യണം ദാലിന് കസറാണ് ദാൽ ഉച്ചാരണത്തിൽ ദാൽ ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം നാവിൻ്റെ തലഭാഗം മേലെ പിന്നെ പല്ലിൻ്റെ താഴ്ഭാഗത്ത് തട്ടുന്ന രണ്ടിൻ്റെയും തെല്ല് ആ അറ്റ ഉണ്ടല്ലോ അത് തട്ടുന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് ഇല്ലെങ്കിൽ അത് ശരിയാക്കണം മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ وإنه لفي زبر الأولين أولم يكن لهم آية أن يعلمه علماء بني إسرائيل ولو نزلناه على بعض الأعجمين
فقرأه عليهم ما كانوا به مؤمنين كذلك سلكناه في قلوب المجرمين لا يؤمنون به حتى يروا العذاب الأليم فيأتيهم بغتة وهم لا يشعرون فيقولوا هل نحن منظرون أفبعذابنا يستعجلون أفرأيت إن متعناهم سنين ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون وما أهلكنا من قرية إلا لها منذرون ذكرى وما كنا ظالمين وما تنزلت به الشياطين وما ينبغي لهم وما يستطيعون إنهم عن السمع لمعزولون فلا تدع مع الله إلها آخر فتكون من المعذبين وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين فإن عصوك فقل إني بريء مما تعملون وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم هل أنبئكم على من تنزل الشياطين نون ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഷയാത്തീൻ تنزل على كل أفاك أثيم يلقون السمع وأكثرهم كاذبون والشعراء يتبعهم الغاوون والشعراء يتبعهم الغاوون അവിടെ നന്നാക്കി ഛർദ്ദിച്ച് ഓതണം യത്തബിഉഹുമുൽ ഗാവൂൻ ألم تر أنهم في كل واد يهيمون وأنهم يقولون ما لا يفعلون إلا الذين آمنوا وعملوا الصالحات وذكروا الله كثيرا وانتصروا من بعد ما ظلموا وسيعلم الذين ظلموا أي منقلب ينقلبون സൂറത്തു ശുഅറാ കഴിഞ്ഞു. ഇനി സൂറത്തു നംലാണ്. സൂറത്തു നംല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സീന് എന്നുള്ളത് എന്ന് ഒഴിവാക്കുക, തോ എന്നെടുക്കുക അല്ലേ. ഹാമീം എന്നുള്ളത് ഹ എന്നാണല്ലോ പറയാല്ലേ.
അതിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ അതേപോലെ പറയുക എന്നുള്ളതാണ്. തോസീൻ തോ അത്ര നീട്ടിയാൽ മതി. സാധാരണ ഒരു അലിഫിൻ്റെ കതിർ നീട്ടിയാൽ മതി. സാധാരണ ഒരു അലിഫിട്ട് എങ്ങനെയാണ് നീട്ടൽ? തോസീൻ സീൻ അവിടെ മദ് ലാസിമാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ മദ് ലാസിമായിട്ട് വരും. അപ്പോൾ അവിടെ പിന്നെ അതിൻ്റെ മേലെ മദ്ദും ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ അത് മതി. അപ്പോൾ അവിടെ കൂടുതൽ നീട്ടുക. അവസാനം വഖഫ് ഷിമ സീൻ നൂനാണ്, ആ നൂന് വെളിവാകണം. തോസീൻ തിൽക ആയാതുൽ ഖുർആനി വകിതാബിൻ മുബീൻ ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين يا موسى إنه أنا الله العزيز الحكيم وألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون إلا من ظلم ثم بدل حسنا بعد سوء فإني غفور رحيم وأدخل يدك في جيبك تخرج بيضاء من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين فلما جاءتهم آياتنا مبصرة قالوا هذا سحر مبين وجحدوا بها واستيقنتها أنفسهم ظلما وعلوا فانظر كيف كان عاقبة المفسدين ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين وورث سليمان داود وقال يا أيها الناس علمنا منطق الطير വഖഫ് ചെയ്യണം. വഖഫ് ചെയ്തപ്പോൾ റാഇന് സുക്കൂൻ, വഖഫ് ചെയ്യണമെന്നല്ല, ചെയ്താൽ റാഇന് സുക്കൂന്
അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ അക്ഷരം യാന് സുക്കൂനുള്ള സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യും? പിന്നെ മദ് ലീന് വരും. അതിൻ്റെ പുറമെ റാഇനെ തർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. മൻതിഖത്തയ്ർ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് യാന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്, രണ്ടാലും സുക്കൂന് വന്നാൽ മദ് ലീന് വരും എന്നുള്ളതാണ്. റാഇന് സുക്കൂനല്ല, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, അതിന് മുമ്പുള്ള യാന് സുക്കൂന്. അവസാനത്തെ അക്ഷരം ഏതായാലും ശരി, ആ അക്ഷരത്തിന് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ള യാഓ വാവോ വരികയും പിന്നെ യാനോ അല്ലെങ്കിൽ വാവിന് സുക്കൂൻ ഉണ്ടാവുകയും ചെയ്താൽ അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ് ലീന് വരും. ഇവിടെ റാ ആയതുകൊണ്ട് റാഇന് എന്ത് ചെയ്യണം? പിന്നെ തർക്കീക്ക് ചെയ്യണം എന്നർത്ഥം. നൗം അസ്സലാത്തു ഖൈറും മിനൻ നൗം. നൗം അപ്പോൾ മീമിന് സുക്കൂൻ ചെയ്തു. ഇതിന് മുമ്പുള്ളത് വാവാണ്. വാവിന് സുക്കൂൻ ആയതുകൊണ്ടാണ് മദ് ലീൻ വന്നത്. വഊതീന മിൻ കുല്ലി ശൈഇ വഖഫ് ചെയ്തു അല്ലേ? വഖഫ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പുള്ളത് യാഇന് സുക്കൂൻ ആയതുകൊണ്ട് മദ് ലീൻ വന്നു. ഇന്ന ഹാദാ ലഹുവൽ ഫദ്ലുൽ മുബീൻ وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. وتفقد الطير فقال ما لي എന്ന് വായിക്കരുത്. ما لي لا أرى الهدهد അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ لا أرى الهدهد أم كان من الغائبين لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون سبحان الله والحمد لله ولا إله إلا الله والله أكبر
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹ് 4 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ, അതിന് അവസരമില്ല എങ്കിൽ 4 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക ഈ ആയത്ത് ഓതിയതിന് ശേഷം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 4 പ്രാവശ്യം എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ സുജൂദിലേക്ക് പോവുക, എന്നിട്ട് നേരെ എഴുന്നേറ്റിക്കുക, ബാക്കി ഓതുക, റുക്കൂയിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഖിബിലക്ക് മുന്നിടുക, വുളൂക്ക് ഉണ്ടായിരിക്കണം. അതിന് മുമ്പ് എന്ത് ചെയ്യുക, ഔറത്തൊക്കെ മറിച്ച് ഖിബിലക്ക് മുന്നിട്ട് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, തിലാവത്തിന് വേണ്ടി, ഓതിയതിന് വേണ്ടി എന്ത് ചെയ്യുക, ഓത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു പറഞ്ഞാണ്ട് നിയ്യത്തൊക്കെ അല്ലാഹു അക്ബർ, തക്ബീർ കെട്ടുക, നേരെ സുജൂദിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പോവുക. സുജൂദിൽ എന്ത് ചെയ്യുക, സുജൂദ് ചെയ്യുക, നേരെ ഇരിക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വിട്ടുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം. قال سننظر أصدقت أم كنت من الكاذبين اذهب بكتابي هذا فألقه إليهم اذهب بكتابي. ഇവിടെ എന്തുകൊണ്ട് ഈ എന്ന് വായിച്ചു? അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്വ ഗസറാണെങ്കിൽ അലിഫിന് ഗസറാണ് എന്ത് ചെയ്യണം, വസലിൻ ഹംസക്ക് ഗസറാണ് കൊടുക്കേണ്ടത്. اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم. 2 സൂറത്തുള്ള സൂറത്താണ്, 2 ബിസ്മിയുള്ള സൂറത്താണ് സൂറത്തുൻ നംൽ. 30-ാമത്തെ ആയത്താണ് അല്ലേ? ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألا تعلوا علي وأتوني مسلمين. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون. قالوا نحن أولو قوة وأولو بأس شديد والأمر إليك فانظري ماذا تأمرين. قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون. وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم. പ്രത്യേകം ശ്രദ്ധിക്കണം. 36-ാമത്തെ ആയത്ത് ഫമാ ആതാനിയ നീട്ടാനുണ്ട്, നിയ യാ എന്നുണ്ട്, ചെറിയ ഒരു കുഞ്ഞി യാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വിടാതെ ശ്രദ്ധിക്കണം. ഫമാ ആതാനിയല്ലാഹു ഖൈറും മിമ്മാ ആതാകും
ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂൻ ഇർജിഅ ഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين قال إفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر അവിടെ മദ്ദാണ്, യാ അല്ല മദ്ദാണ്, നൂനിന് കസറുണ്ട്, പിന്നെ മദ്ദാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നീട്ടാനാണ് എന്നർത്ഥം. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون فلما جاءت قيل أهكذا عرشك قالت كأنه هو അവിടെ വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ വഖഫ് ചെയ്യുന്നുണ്ട്. كأنه هو وأوتينا العلم من قبلها وكنا مسلمين وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين قيل لها ادخلي الصرح فلما رأته حسبته لجة وكشفت عن ساقيها حسبته ഹു എന്നതിന് നീട്ടാത്തതിൻ്റെ കാരണം തൊട്ട് മുമ്പ് താന് സുക്കൂനുണ്ട് എന്നുള്ളതാണ്. فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين صدق الله العلي العظيم. അപ്പോൾ 380 പേജ് വരെയാണ്. 380 അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ 400-ാമത്തെ പേജ് മുതലായിരിക്കും ഓതുക.
ഖത്മുകളൊക്കെ എല്ലാവരും തീർക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖത്മുകളൊക്കെ തീർക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയൊക്കെ ഖത്മ് തീർത്തവരൊക്കെ ഉണ്ടാവും, 1, 2, 3 ഖത്മുകളൊക്കെ തീർത്തവരൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖത്മ് തീർത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ്സിൻ്റെ കൂടെ ഖത്മുകളൊക്കെ തീർക്കുന്നവരുണ്ടാകും, അല്ലാതെയും ഖത്മുകളൊക്കെ തീർക്കുന്നവരുണ്ടാകും. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ക്ലാസ് ഒരു ടെസ്റ്റ് ക്ലാസ്സാണ്. ഇത് അപ്ലോഡ് ചെയ്താൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇത് പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് അഭിപ്രായമായിട്ട് അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലോണം പാരായണം ചെയ്ത് പഠിക്കാനും അതുപോലെ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനെ റബ്ബേ, ഞങ്ങൾ ഓതിയ ഖിറാഅത്ത് നീ സ്വീകരിക്കണം റഹ്മാനെ, നീ പൊരുത്തപ്പെട്ട അമലായി നീ കബൂലാക്കണം റഹ്മാനെ. കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മതകളൊക്കെ അതിൻ്റെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഓതിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, നിൻ്റെ കാരുണ്യം ഞങ്ങളിലേക്ക് നീ ചൊരിഞ്ഞ് ഞങ്ങളിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഓതിയ ഖിറാഅത്തിലുള്ള പോരായ്മകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീ ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ പൊരുത്തപ്പെട്ട അമലായി നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരും റഹ്മാനെ റബ്ബെ, പ്രത്യേകിച്ച് ഈ കേൾക്കുന്നവരൊക്കെ സ്ഥിരമായിട്ടും അല്ലാതെയൊക്കെ കേൾക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ, എല്ലാവർക്കും നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഓരോരുത്തർക്കും നീ അതിൻ്റേതായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഓരോ ഹർഫിനും നൽകുന്ന പ്രതിഫലം പടച്ച റബ്ബെ, ഞങ്ങളെ കൂടെ ഓതുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ, ശ്രദ്ധിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ, ഈ ക്ലാസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ, എല്ലാ നിലക്കും ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ. ഓരോരുത്തർക്കും അവരുടെ നിയ്യത്തനുസരിച്ച് റഹ്മാനെ റബ്ബെ ഞങ്ങൾക്ക് നിയ്യത്തുകളൊക്കെ നന്നാക്കാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിയ്യത്തുകളനുസരിച്ച് പ്രതിഫലം നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. നീ ധാരാളം ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണേ റഹ്മാനെ. ധാരാളം പരിശുദ്ധ ഖുർആനൊക്കെ ഖത്മുകളൊക്കെ തീർക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ധാരാളം റമദാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ റമദാനിൻ്റെ 2ാമത്തെ 10 വിട പറയാൻ പോവുകയാണ് റഹ്മാനെ റബ്ബെ. ഈ മഗ്ഫിറത്തിൻ്റെ 10-ൽ ധാരാളം ആളുകൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കുന്നു. ആ വിഭാഗത്തിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളെ ഉസ്താദുമാർ, കുടുംബക്കാർ, അയൽവാസികൾ റഹ്മാനെ റബ്ബെ, ജേഷാനുജന്മാർ, പെങ്ങന്മാർ റഹ്മാനെ റബ്ബെ, സഹോദരന്മാരെ എല്ലാവരും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിൻ്റെ മഗ്ഫിറത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ റഹ്മാനെ. നിൻ്റെ റഹ്മത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്ക് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അവിടെ ഖബറിൽ നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിൽ ഈ ഓതിയതിൻ്റെയൊക്കെ മിസ്ൽ സവാബിനെ എത്തിച്ച് അവരുടെ ഖബറിൽ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. വല്ല ദുൽമത്തുമുണ്ടെങ്കിൽ ആ ദുൽമത്തിനെ മാറ്റി നീ നൂറാക്കി മാറ്റണേ അല്ലാഹ്. ഖബറിൽ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഖബറിനെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൗത്തായവരെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമദാൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഈ ഓതിയ പരിശുദ്ധ ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, വരാൻ പോകുന്ന രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആ രാവ് കൊണ്ടൊക്കെ വിജയിക്കുന്നവർ ഞങ്ങളിനി ഉൾപ്പെടുത്തണം റഹ്മാനെ. ആ രാവിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മൗത്തായവർ റഹ്മാനെ റബ്ബെ, അവരുടെയൊക്കെ 6 അടി മണ്ണിൻ്റെ താഴെയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരുണ്ട് റഹ്മാനെ റബ്ബെ. ഞങ്ങളെ മാതാപിതാക്കളെ കൊണ്ട് റഹ്മാനെ റബ്ബെ, അവരെ നീ വിഷമിപ്പിക്കരുത് റഹ്മാനെ. വല്ല അദാബുമുണ്ടെങ്കിൽ അതൊക്കെ നീ എടുത്തു കളഞ്ഞ് ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തണേ റഹ്മാനെ. ഉന്നതമായ ദറജകൾ നൽകി നീ അനുഗ്രഹിക്കണേ
റഹ്മാനെ. നിൻ്റെ മഹത്തുക്കൾക്ക് നൽകിയ മഹത്തായ സ്ഥാനം, ആ സ്ഥാനത്തേക്ക് ഞങ്ങളിൽ നിന്ന് മൗത്തായവരെ നീ എത്തിച്ച് അവർക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെക്കൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ ദുആ കൊണ്ട് അവർ സന്തോഷിക്കുന്ന ഒരു വേള നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, നാളെ സുഖലോക സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടവർക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ ഈ ക്ലാസ് കേൾക്കുന്ന പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നീ ഞങ്ങളെ നീ ഒരുമിപ്പിച്ചു കൂട്ടണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്തിനെ ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ തിരുസുന്നത്തുകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നേതാവായ കരളിൻ്റെ കഷ്ണമായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അർസുഖ്നാ ഹുബ്ബക വഹുബ്ബ ഹബീബിക സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അർസുഖ്നാ വഇയ്യാഹും ശഫാഅത നബിയിക സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അസ്ഖിനാ വസ്ഖിഹിം മിൻ ഹൗളി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇജ്അൽനാ വഇയ്യാഹും മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ. അല്ലാഹുമ്മ ഇജ്അൽനാ വഇയ്യാഹും മിനൽ ഫായിസീന ബിശഹ്രി റമളാൻ. അല്ലാഹുമ്മ ഇജ്അൽനാ വഇയ്യാഹും മിനൽ ഫായിസീന ബിലൈലത്തിൽ ഖദ്ർ അല്ലതി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, പവിത്രമായ രാവുകൾ വരാനിരിക്കുന്നു. ആ രാവിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ആ ഒരു രാവിൽ ഞങ്ങളെ നീ നല്ലൊരു സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളൊക്കെ മൗത്താകുന്ന സമയത്ത് ഞങ്ങൾക്ക് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ അതിനുള്ള സൗഭാഗ്യം നീ നൽകണ റഹ്മാനെ. ശിഷ്ടകാലം ദീനി ഖിദ്മയിലായിക്കൊണ്ട് ദീനിന് സേവനം ചെയ്തുകൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, പല സന്ദർഭങ്ങളിൽ പലരും പല ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. അവിടൊക്കെ മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബെ, പ്രത്യേകിച്ച് ഞങ്ങളെ ഈ ശബ്ദം കേൾക്കുന്ന, ഞങ്ങളെ ഈ ക്ലാസ് കേൾക്കുന്ന ദിവസം ഇത്രയും ദിവസം ഞങ്ങൾ ലൈവ് ഇട്ടിരുന്നു. ആ ലൈവിലൊക്കെ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബെ. അവിടൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. അവിടൊക്കെ എല്ലാവിധ പ്രയാസങ്ങൾ നീ നീക്കി, പ്രത്യേകിച്ച് സമ്പത്തിലുള്ള പ്രയാസം നീ നീക്കണം റഹ്മാനെ. സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. നീ ഐശ്വര്യം നൽകണം റഹ്മാനെ. വീട്ടിലും കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താക്കന്മാരിലും റഹ്മാനെ റബ്ബെ, മക്കളിലും മാതാപിതാക്കളിലും പ്രത്യേകിച്ച് ഞങ്ങളെ ഇബാദത്തുകളിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ ബറക്കത്തില്ലാത്ത ഒന്നും തന്നെ നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. നിന്റെ റഹ്മത്തിൻ്റെ ഒക്കെ തിരുനോട്ടമുള്ള വീടാക്കി മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ വീടുകളൊക്കെ നല്ല റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാക്കി മാറ്റണേ റഹ്മാനെ. അതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ വീട്ടിൽ നീ റഹ്മത്ത് ചൊരിയണേ റഹ്മാനെ. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ വരുന്നു. ആ രാവിൽ റഹ്മാനെ റബ്ബെ, റഹ്മത്തിൻ്റെ മലക്കുകൾ നിന്റെ ഭൂമിയിൽ ഒന്നാകെ പരക്കുമ്പോൾ ഞങ്ങളെ വീട്ടിലും ഒന്ന് എത്തിക്കണ റഹ്മാനെ. ഞങ്ങളെ വീട്ടിലും അവിടുത്തെ തിരുനോട്ടം നീ എത്തിക്കണ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. മഹത്തായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് നൽകിയ ഈ വലിയ മഹത്തായ ഈ അനുഗ്രഹം ഇൻഷാ അല്ലാഹ് ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ് വരും. അതിലൊക്കെ നമ്മൾ കേൾക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.